നിറഞ്ഞ മലയോരത്തെ റബ്ബർ തോട്ടത്തിലൂടെ സഞ്ചരിച്ചാൽ കണ്ണൂർ മാതമംഗലത്തിനടുത്ത പറവൂർ പുഴയും കടന്ന കാരക്കുണ്ടിലെത്താം. താഴേക്കുള്ള ചെറു റോഡിലൂടെ അല്പം മുന്നോട്ട് നടന്നാൽ പാറയിൽ തട്ടി നുരഞ്ഞു പതഞ്ഞ് താഴേക്കു പതിക്കുന്ന വെള്ളത്തിന്റെ മനോഹര ശബ്ദം കേൾക്കാനാകും. അതിന് ചെവിയോർത്തു നീങ്ങിയാൽ കാണാം ആ വശ്യ മനോഹരമായ കാഴ്ച. കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കാരക്കുണ്ട വെള്ളച്ചാട്ടം. ചുരുക്കം വർഷം കൊണ്ട് വിനോദസഞ്ചാരികളെ അത്രയേറെ ആകർഷിച്ച കണ്ണൂരിലെ അപൂർവം മഴക്കാല വെള്ളച്ചാട്ടങ്ങളിലൊന്ന്. ഇടവപ്പാതി തുടങ്ങിയാൽ കാരക്കുണ്ടിൽ സഞ്ചാരികൾ ഒഴിഞ്ഞ നേരമില്ല. വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാൻ മാത്രമല്ല, റീൽസ് എടുക്കാനും കല്യാണ ഷൂട്ടിനും എത്തുന്നവർ ഏറെ, കുടുംബത്തോടൊപ്പം എത്തുന്നവർ വേറെയും. കണ്ണൂരിൽ നിന്ന് കാരക്കുണ്ടിലേക്ക് 32 കിലോമീറ്ററാണ് ദൂരം. പയ്യന്നൂരിൽ നിന്ന് 20ഉം തളിപ്പറമ്പിൽ നിന്ന് 13 കിലോമീറ്ററും ദൂരമുണ്ട്. പൊതുവെ ആൾതാമസം കുറഞ്ഞ മേഖലയാണിത്. നല്ല റോഡ് സൗകര്യവും ശബ്ദകോലാഹലങ്ങളില്ലാത്തതും സഞ്ചാരികളെ കാരക്കുണ്ടിലേക്ക് ആകർഷിക്കുന്നു. മറ്റ് വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച ഇവിടെ അപകട സാധ്യത വളരെ കുറവാണെന്ന് സഞ്ചാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. വെള്ളച്ചാട്ടം ഇവിടെ എത്തിയാലും ഇത് മുൻപേ അറിയാമായിരുന്നു, ഇവിടത്തെ കുറിച്ച് അറിയാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുവിധം സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ആ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതങ്ങനെ ഇല്ല. നമ്മൾ തളിപ്പറമ്പ് ചുടല കഴിഞ്ഞാൽ ഒരു 5.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടെ എത്തി. അതുമാത്രമല്ല, ഇവിടുന്ന് വരുന്ന വഴിയിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഏരിയകൾ എല്ലാം സേഫാണ്. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ്. മഴക്കാല വെള്ളച്ചാട്ടമായതിനാൽ വെള്ളം ഒഴുകിയെത്തുന്നത് ചെറു കൈതോടുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും ഇവിടെ യഥേഷ്ടം നീന്തി തുടിക്കാം. ETV ഭാരത്, കണ്ണൂർ.